നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ ഈ ആഴ്ചയിലെ ആദ്യത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഒട്ടും പ്രതീക്ഷകൾ കുറയ്ക്കാതെ തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ആഴ്ച ഗംഭീരമായ രീതിയിൽ നമുക്ക് നിഫ്റ്റി നല്ലൊരു റാലി രേഖപ്പെടുത്തി. നിഫ്റ്റി 1000 പോയിൻ്റ് അഥവാ 4.5% റാലി, മിഡ് ക്യാപ്പ് ആവട്ടെ ഏകദേശം 8% റാലി, 20 ലാക്ക് മാർക്കറ്റ് ക്യാപ്സ് 20 ലാക്ക് ക്രോഡ്സ് മാർക്കറ്റ് ക്യാപ്പ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ആഡ് ചെയ്തു. BSE കമ്പനീസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 400 ലാക്ക് ക്രോഡ്സിന് മുകളിൽ പോയി. അപ്പോൾ അങ്ങനെ വളരെ പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചു. FISും ഏകദേശം 12,000 കോടി രൂപയ്ക്ക് മുകളിൽ ആദ്യമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് FIS ഇന്ത്യൻ മാർക്കറ്റ് ഏകദേശം ഒരു 6 മാസത്തിന് ശേഷമൊക്കെ വലിയ തോതിലൊരു ബൈ നടത്തിയുള്ള അവസ്ഥയിലാണ് ഉള്ളത്. ഇനി നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ക്ലോസ് ചെയ്തതിന് ശേഷവും ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. US മാർക്കറ്റ് പോസിറ്റീവ്ലി ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഫർദറായിട്ടുള്ള താരിഫ് ഹൈക്കുകളോ അങ്ങനെയുള്ള പ്രസ്താവനകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പൊതുവെ ശാന്തമായ രീതിയിലാണ് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ നിൽപ്പ്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കാം. ഏറ്റവും താഴെ കാണാം, കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നാസ്ഡാക്ക് 92 പോയിൻറ്റും ഡോ 32 പോയിൻറ്റിൻ്റെയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഈ ആഴ്ചയിലെ പ്രധാന ഈവൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ ശ്രദ്ധിക്കുക. മാർച്ച് 25-ാം തീയതിയാണ്. അതുപോലെ തന്നെ GDP ഡേറ്റ, US GDP ഡേറ്റ വരുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാന ഇവൻറ്റ്. മാർച്ച് 27-ാം തീയതി ഇന്ത്യനെ സംബന്ധിച്ച് ഈ ഒരാഴ്ചയിലെ മാനുഫാക്ചറിങ് PMI ഡേറ്റ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് US ഇന്ത്യയുടെ മാനുഫാക്ചറിങ് PMI, അതിനുശേഷം US നിന്ന് എല്ലാ ദിവസവും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഡേറ്റാസ് എല്ലാം തന്നെ ഉണ്ട്. അത് സ്ക്രീനിൽ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ട്രേഡ് ബഡി എന്ന് പറഞ്ഞ ഒരു ടാബിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ത്യൻ കമ്പനികളുടെ റിസൾട്ടുകളെല്ലാം തന്നെ അനൗൺസ് ചെയ്യും. നെക്സ്റ്റ് മന്ത് മിഡോട് കൂടിയിട്ടാണ് Q4 ഫലങ്ങളെല്ലാം തന്നെ നമുക്ക് വരുന്നത്. അതിനു മുമ്പ് തന്നെ അസഞ്ചറിൻ്റെ റിസൾട്ടിന് ശേഷം US മാർക്കറ്റ് ഫോൾ ആയതും അതുവഴി കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഇന്ത്യൻ IT കമ്പനീസ് ഫോൾ ആയതും നമ്മൾ കണ്ടു. അതിനുശേഷം ഒരു റിക്കവറി IT കമ്പനീസ് നടത്തി. ഈവൻ ADRൽ നോക്കുകയാണെങ്കിൽ ഒരു കമ്പനീസും നെഗറ്റീവിലൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല. അമേരിക്കൻ ഡെപ്പോസിറ്ററി റിസിപ്റ്റിൽ ഇന്ത്യൻ കമ്പനികളെല്ലാം തന്നെ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഇത് ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, സ്റ്റോക്കുകളുടെ വാർത്തകൾ മാത്രമാണ്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് കമ്പനി, ഇവർ ബാംഗ്ലൂരിൽ 10 ഏക്കർ ലാൻഡ് അക്യൂർ ചെയ്തിട്ടുണ്ട്. 2500 കോടി രൂപയ്ക്ക് മുകളിൽ വറുത്ത് വരുന്ന ലക്ഷറി റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 10 ഏക്കർ ലാൻഡ് അക്യൂർ ചെയ്തിട്ടുള്ളത്. MSTC കമ്പനീനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, MSTC കമ്പനിക്ക് കോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ളൊരു വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. NCC കമ്പനി കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അവർക്ക് ബീഹാർ മെഡിക്കൽ സർവീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് 1480 കോടി രൂപയുടെ ഓർഡറുകൾ ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചു. അപ്പോളോ ഹോസ്പിറ്റൽ കമ്പനി കീമിഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ 11% സ്റ്റേക്ക് 625 കോടി രൂപക്ക് അപ്പോളോ ഹോസ്പിറ്റൽ അക്യൂർ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. അലംബിക് ഫാർമ കമ്പനി, US ട്രക്ക് കൺട്രോൾ അതോറിറ്റി കർണാടകയിൽ ഉള്ള ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസിൽ ഇൻസ്പെക്ഷൻ നടത്തി. സക്സസ്ഫുള്ളി ഇൻസ്പെക്ഷൻ പൂർത്തീകരിച്ചു. പ്രത്യേകിച്ച് ഒബ്സർവേഷൻസ് ഒന്നും തന്നെ US ട്രക്ക് കൺട്രോൾ അതോറിറ്റി റൈസ് ചെയ്തിട്ടില്ല. വെൽസ്പൺ കോർപ്പ് കമ്പനി നാരായണ ഷിപ്പിനിൽ ആയിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. 476 കോടി രൂപക്കാണ്. റെയിൽടെൽ കമ്പനിക്ക് 25 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഡാം ക്യാപിറ്റൽ കമ്പനി, സെബി ഇവർക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് വാർണിംഗ് ലെറ്റർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഡാം ക്യാപിറ്റലിന്. M&M കമ്പനി, മഹീന്ദ്ര അവരുടെ SUV കാറുകളുടെ വില വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. റിലയൻസ് കമ്പനി DP വേൾഡായിട്ട് റെയിൽവേ സിസ്റ്റംസ് എല്ലാം തന്നെ സെറ്റപ്പ് ചെയ്യാനായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. പവർ മെക്ക് കമ്പനി, ബെല്ലിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് 579 കോടി രൂപയുടെ ഓർഡറുകൾ ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോഴുള്ള വാർത്തകൾ. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.